വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2-ന് തിരശ്ശീല വീഴാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ആരാകും മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 വിന്നർ എന്നറിയാൻ നമ്മളെല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ്. 12 മ്യൂസിക്കൽ വൈഫുമായിട്ടാണ് നമ്മൾ ഈ സംഗീതയാത്ര ആരംഭിച്ചത്. ഇപ്പോ ഈ ഫിനാലെ വേദിയിൽ 5 മ്യൂസിക്കൽ വൈഫ് 3 റൗണ്ടുകളായിട്ടാണ് മത്സരിച്ചത്. ഇവരിൽ ആരാകും ഈ സ്വപ്ന കിരീടം അണിയുന്നത് എന്നറിയാൻ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു. എന്തായാലും ഇവരുടെ ഈ 3 റൗണ്ടുകളും കണ്ട് വിധി എഴുതിയ 3 വിധികർത്താക്കൾ ഇവിടെയുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. വേണുചേട്ടാ, ഒന്നിനൊന്ന് മെച്ചം അവരുടെ പ്രകടനം. ഞങ്ങള് ആശയക്കുഴപ്പത്തില് ആയിരുന്നു, ബട്ട് ഒരു വിന്നറിനെ ഞങ്ങള് കണ്ടെത്തിയിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടായിരുന്നോ എല്ലാവരുടെയും മാർക്കുകൾ ഇടുന്നതും കുറയ്ക്കുന്നതും കൂട്ടുന്നതെല്ലാം? നല്ല ടഫ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു മാസത്തെ യാത്ര? നമ്മൾ 4 വീക്കായിട്ടാണ് നമ്മുടെ മത്സരം നടന്നത്. പ്രിലിമിനറി റൗണ്ട്, ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഇപ്പൊ ഫിനാലെ എത്തിയിരിക്കുകയാണ്. ഇത് വളരെ എക്സൈറ്റിംഗ്. ഞങ്ങൾക്കും അവർക്കും വളർച്ചയുടെ പടവുകൾ അവർ താണ്ടുന്നു, ഞങ്ങളത് അനുഗമിക്കുന്നു. ഓക്കെ മഞ്ജരി, ഇപ്രാവശ്യത്തെ ഒരു ഫിനാലെ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കുറച്ച് മാർക്കിടാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയ ഒരു ഘട്ടമാണ് ശരിക്കും. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇവരൊക്കെ ഓരോരുത്തർ ഏത് രീതിയിൽ എവിടം വരെ പോകും എന്നുള്ളത്. പക്ഷെ ഞങ്ങളുടെ ആ ചിന്തകളെ മറികടന്നുകൊണ്ടാണ് നമ്മുടെ ഈ കണ്ടസ്റ്റൻസ് പാടിയത്. 5 പേരും 5 രത്നങ്ങളാണ്. ഇന്നലെയാണ് നമ്മുടെ കൂടെ കൂടിയത്. നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫിനാലെ വേദിയിലേക്കാണ് നേരിട്ട് വന്നത്. എങ്ങനെ കാണുന്നു നമ്മുടെ ഈ 5 മത്സരാർത്ഥികളുടെ ഈ 3 റൗണ്ടുകളായി നടന്ന മത്സരം? ഏറ്റവും ഈ ഒരു ചാപ്റ്റർ 2-ലെ ഏറ്റവും ബെസ്റ്റ് എപ്പിസോഡ്സിലേക്കാണ് ഞാൻ വന്ന് കയറിയത്, ക്രിസ്മസ് ആൻഡ് ഫിനാലെ. അപ്പൊ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 5 കണ്ടസ്റ്റൻസിന്റെ 3 റൗണ്ടിലായിട്ടുള്ള എല്ലാ പെർഫോമൻസും നേരിട്ട് ഇവിടെ ഇരുന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ മാക്സിമം എൻജോയ് ചെയ്യുക ചെയ്തത്. ഇവർക്കായിരുന്നു ടെൻഷൻ മുഴുവനും. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ആരാണ് വിന്നർ. കാരണം ഞാൻ ഇടയ്ക്കൊന്ന് അവിടെ ഇവിടെയും ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു ഇവര് മാർക്ക് ഇടുന്നതൊക്കെ. പക്ഷെ ഇപ്പൊ പറയത്തില്ല, അത് ഓട്ടക്കണ്ണിട്ട്. അതെ, ഓട്ടക്കണ്ണിട്ട് ഞാൻ എന്റെ ക്യൂരിയോസിറ്റി കാരണം ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവര് വളരെ ആലോചിച്ച് ഓരോ പോയിന്റും കണക്കിലെടുത്ത് വളരെ കൃത്യമായിട്ടൊരു ജഡ്ജ്മെന്റിലേക്കാണ് എത്തിയിരിക്കുന്നത്. കുറച്ച് സമയത്തിനുള്ളിൽ അറിയാം. കാത്തിരിക്കാം നമുക്ക്. അതെ, മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 പവേർഡ് ബൈ ഈസ്റ്റർ. ഇനി നമ്മുടെ മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പഞ്ചരത്നങ്ങളെ. നമ്മുടെ മ്യൂസിക്കൽ വൈഫ്സ് ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ പഞ്ചരത്നങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. എല്ലാവരുടെ മുഖത്തും പ്രതീക്ഷയോടെ ഒരു തെളിച്ചം കാണാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും ഫിനാലയിലെ റൗണ്ടുകളും പെർഫോമൻസും? നന്നായി പാടാൻ പറ്റുമോ എല്ലാവർക്കും? നന്നായിട്ട് പാടാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഏതൊക്കെ പാട്ടുകളായിരുന്നു? ഇനിയും പരിഭവം വരുതേ, പിന്നെ പൊൻപുലരൊളി പൂവിതറയ മെലഡി, പിന്നെ ഫാസ്റ്റ് ആഹാ മനോരഞ്ജനി. ഓക്കെ, ഇതിൽ ഏതാണ് ഫേവറേറ്റ് സോങ് ആയിട്ട് നിൽക്കുന്നത്? ഇപ്പോ പാടിയതിൽ നന്നായി പാടിയെന്ന് തോന്നുന്നത് പെർഫോമൻസ് റൗണ്ട് ആയിരുന്നു. വാ മനോരഞ്ജനി. ഇനി നിഖില, നന്നായി പാടാൻ പറ്റി. ഏതൊക്കെ പാട്ടുകളായിരുന്നു 3 റൗണ്ടുകളിൽ പാടിയത്? ഞാൻ സംഗീതമേ, അതുപോലെ മാനേ മധുരക്കരിമ്പേ, പിന്നെ അമ്മൂമ്മ കിളിവായാട്. ഇതിൽ ഏതാണ് ഫേവറേറ്റ് റൗണ്ട് ആയിരുന്നത്? ഫാസ്റ്റ് മാനേ മധുരക്കരിമ്പയാണ് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റിയത്. കീർത്തന? ഞാൻ നാദൃത ഫാസ്റ്റ് സോങ് മാമഴയിലെ, പിന്നെ മഴവിൽ കൊടി കാവടി. ഇതിലേതാണ് ഫേവറേറ്റ് മഴവിൽ കൊടി കാവടി. ശരി, റിൻഷിത. ഓയ്, എന്താണ് ഒരു ഉഷാറ് കുറവൊക്കെ? സന്തോഷിക്കേണ്ട സമയമല്ലേ ഇതൊക്കെ, അല്ലേ? എലിമിനേഷൻ ഒന്നുമില്ല, ഞാൻ ടെൻഷൻ എടുപ്പിക്കാനേ വരുന്നില്ല. ഫൈനൽ വരെ എത്തിയില്ലേ, അപ്പൊ അതിന്റെ സന്തോഷമെങ്കിലും കാണണം. അപ്പൊ 3 റൗണ്ടുകളിൽ ഏതൊക്കെ പാട്ടുകളാണ് പാടിയത്? മെലഡിയില് കരളെ നിൻ കൈപിടിച്ചാൽ, ചഞ്ചല ദ്രുതപദതാളം, പിന്നെ ചിങ്ങമാസം. ഇതിലേതാണ് നന്നായി പാടിയെന്ന് വിശ്വസിക്കുന്നത്? നന്നായി പാടിയെന്ന് തോന്നിയത് മെലഡി, കരളെ നിൻ കൈപിടിച്ച്. ശരി, സൗമ്യ പറഞ്ഞോളൂ, ഏതൊക്കെ പാട്ടുകളാണ് പാടിയത്? എങ്ങനെയുണ്ട് ഫിനാലെ എത്തിയിട്ട്? എന്താണ് ഒരു സന്തോഷം? ഫൈനൽ 5 എത്താൻ സാധിച്ചാൽ സന്തോഷം. ശരി, പിന്നെ നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഏതൊക്കെ പാട്ടുകള്? മയങ്ങിപ്പോയി എന്നുള്ള സോങ്, സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങിവ, പിന്നെ രാമകഥാഗാനം. ഇതിലേതാണ് നന്നായി പാടാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നത്? പെർഫോമൻസ് റൗണ്ട് ആയിരുന്നു. ഹസ്ബൻഡ് വന്നു, കളറാക്കി, മാലയൊക്കെ ഇട്ടു, അല്ലേ? വേണുചേട്ടാ, മഞ്ജരി, നിങ്ങൾക്കൊരു ചെറിയ ഡ്യൂട്ടി കൂടി തരുവാണ്. നിങ്ങളാണ് ഈ 5 പേരുടെ ഈ ഒരു മാസത്തെ യാത്ര കണ്ടിട്ടുള്ളവര്.
ശ്രീകുട്ടിയെ പറ്റി അല്ലെങ്കിൽ ശ്രീകുട്ടി എന്ന സിംഗറെ പറ്റി എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? ഒരു വളരെ പോസിറ്റീവായ അറ്റംപ്റ്റ് ചെയ്യും എന്തും. അത് അറ്റംപ്റ്റ് ചെയ്യുക മാത്രമല്ല, വളരെ അതിനെ പെർഫെക്റ്റ് ആക്കാവുന്ന രീതിയിൽ പെർഫെക്റ്റായി പ്രസൻറ്റ് ചെയ്യും. അതാണ് ശ്രീകുട്ടിയുടെ ഒരു പോസിറ്റിവിറ്റി, പെർഫെക്ഷൻ, ആംബിഷൻ, ഇതെല്ലാം ഒരുപോലെ ഉണ്ട്. ആറ്റിറ്റ്യൂഡ്. അതേ അഭിപ്രായമാണ് എനിക്ക്. ശ്രീകുട്ടി ആദ്യം വന്ന സമയത്തേ ശ്രീകുട്ടി ഒരു പെർഫെക്ഷൻ ലെവൽ സെറ്റ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഏത് റൗണ്ടിലേക്ക് പോകുമ്പോഴും ഏത് ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ഒക്കെ ശ്രീകുട്ടിക്ക് അതിൻ്റെതായ ഒരു പക്വതയുണ്ട്. ആ ഒരു റൗണ്ടിനെ ഹാൻഡിൽ ചെയ്യാനും അതിൽ കൊണ്ടുവരുന്ന പാട്ടുകൾ നമുക്ക് പാടാൻ പറ്റുന്ന രീതിയിലുള്ള പാട്ടുകൾ, എൻ്റെ ശബ്ദത്തിന് ഇത് വഴങ്ങും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസിനാണ് ഏറ്റവും വലിയ ഒരു കയ്യടി ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു സോ മച്ച്. വേണിച്ചേട്ടാ, നിഖിലയെ പറ്റി. ഞാൻ ആദ്യം നിഖില പാടിയപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു അബൌട്ട് ഹെർ വോയിസ്. അതായത് വെണ്ണ, ബട്ടർ, അതിലേക്ക് ഒരു കത്തി ഇറങ്ങുന്ന ഒരു ഫീല്. അത്ര ഷാർപ്പ്, വെരി ഡിസ്റ്റിങ്ക്റ്റ് വോയിസ്. താങ്ക് യു സർ. ഒരുപാട് ഇംപ്രൂവ്ഡ് എവറി സ്റ്റേജ് ഉണ്ടായി. ഇത് ഫൈനൽ നല്ലൊരു വെരി ഇംപ്രൂവ്ഡ്. ആ ഫസ്റ്റ് സ്റ്റേജിൽ നിന്നും നിഖില വേറൊരു നിഖില ആണ് ഫൈനൽ സ്റ്റേജിൽ വന്നത്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. നിഖില ഒരു നാണം കുണുങ്ങിയായ ഒരു നിഖിലയിൽ നിന്നും, നാണമില്ലാത്ത എന്ന് ഞാൻ പറയില്ല, വളരെ ധൈര്യപൂർവ്വം വളരെ അനായാസമായി പെർഫോം ഒക്കെ ചെയ്ത് മാറിയ ഒരാളെ പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം നിഖില ആദ്യം വന്നപ്പം ഹസ്ബൻഡിനോടും നമ്മൾ ചോദിച്ചു, അപ്പം ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും പെർഫോം ചെയ്ത് കണ്ടിട്ടില്ല എന്നായിരുന്നു വീട്ടിലുള്ള ആൾക്കാരുടെ ഒരു അഭിപ്രായം. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് പതുക്കെ ഒരു ഫാഷനബിൾ ആയിട്ടുള്ളൊരു സിംഗർ. ഞാൻ ഫാഷനബിൾ എന്ന് ഉദ്ദേശിച്ചത് സിംഗിങ്ങിലുള്ള ഫാഷനാണ്. അതിൻ്റെ പല രീതിയിലും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു സിംഗിങ് ആണ് നിഖിലയുടെ. വോയിസ് ഉഗ്രൻ വോയിസ് ആണ്. അത് കീപ്പ് ചെയ്യുക. ഒരു സ്ട്രോങ് ബോൾഡ് വോയിസ് ആണ്. ഇങ്ങനെ ഒരു വോയിസ് കിട്ടാൻ എല്ലാവരും ആഗ്രഹിക്കും. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു വോയിസ് ആണ്. ഏത് ഒക്ടേവ്, ഏത് റേഞ്ച് എടുത്തു കഴിഞ്ഞാലും അതിങ്ങനെ വേറിച്ച് നിൽക്കും. അത് ആണ് പ്ലസ് പോയിന്റ്. താങ്ക് യു സർ. വേണിച്ചേട്ടാ, കീർത്തനയെ പറ്റി. കീർത്തന ആദ്യം വന്നപ്പോൾ കുറച്ച് ഇംപെർഫെക്ഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് കാലക്രമേണ സ്റ്റേജ് ബൈ സ്റ്റേജ് ഓരോ ലെവലിലും കീർത്തന നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. ആൻഡ് ദ ഫൈനൽ സ്റ്റേജ് ഷി വാസ് റിയലി ഗുഡ്, റിയലി ഗുഡ്. അതായത് അടിവച്ച് ആ ഒരു ധൈര്യം, പെർഫെക്ഷൻ, എല്ലാത്തിലും ഉപരി പാടുന്നതിൽ ഇൻവോൾവ് ആയിട്ട് പാടാനുള്ള ഒരു ആത്മവിശ്വാസം, അതാണ് കീർത്തനയിൽ ഞാൻ കണ്ട അറ്റ് ദ ഫൈനൽസ്. ശുദ്ധമായ ഒരു കീർത്തനം ആണ് കീർത്തനയുടെ പാട്ട്. ഞാൻ മനസ്സിലാക്കിയ ഒരു കീർത്തന ആദ്യം വന്ന കീർത്തനയിൽ നിന്നും ഇപ്പോൾ വേറെ തന്നെ ഒരു കീർത്തനയെ, അമിത് ഭർത്താവ് അവിടെ കീർത്തനയോടൊപ്പം ഇങ്ങനെ ഷൈൻ ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു കംപ്ലീറ്റ് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഉണ്ടാകുമ്പോഴത്തേക്ക് അതിൻ്റെ എനർജി വേറെയാണ്. ആ ഒരു ലെവൽ ഓഫ് എനർജി, ആ ഒരു പവർ വേറെയാണ്. അപ്പോൾ കീർത്തനയുടെ എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേയുള്ള റൗണ്ട് മുതൽ, നമ്മുടെ കഴിഞ്ഞ റൗണ്ട് മുതൽ കീർത്തന ഒരു വല്ലാത്ത ഒരു ലെവലിലേക്ക് എത്തി. സൂപ്പർബ് സിംഗിങ്ങിലേക്ക് കീർത്തന പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഇന്ന് എനിക്ക് തോന്നിയത് കീർത്തനയിൽ ഒരു ആത്മാവുണ്ട്, ഒരു മ്യൂസിക്കിൽ ഒരു സോൾഫുൾ സിംഗിങ് ആണ്. അപ്പോൾ അത് കിട്ടാൻ വലിയ പാടാണ്. ടെക്നിക്കലി ഒക്കെ നമുക്ക് പാടാം, പക്ഷെ ഈ ആത്മാവ് കളയാതെ സൂക്ഷിക്കാം. ഷുവർ ചേച്ചി. വേണിച്ചേട്ടാ, റിൻഷിതയെ പറ്റി. റിൻഷി എപ്പോഴും എടുത്ത് പാടുന്ന പാട്ടുകൾ അത് ടഫ് സോങ്സ് ആണ് റിൻഷി പാടുക പതിവ്. എന്നാൽ അതേസമയം റിൻഷി പാട്ട് തീരെ പഠിച്ചിട്ടില്ല. ബട്ട് ഒരു സ്വതസിദ്ധം ആയിട്ടുള്ള ഒരു ജ്ഞാനം ഉണ്ട്. അപ്പോൾ ഞാനത് പറഞ്ഞു, അറിയാതെ പെർഫെക്റ്റ് ആയിട്ട് പാടുമ്പോൾ ഉണ്ടാകുന്നൊരു ബ്യൂട്ടി, അറിയാതെ അറിയുക, അതാണ് റിൻഷിയുടെ പാട്ടിൻ്റെ ഒരു ബ്യൂട്ടി. അപ്പോൾ ഷീ വാസ് എ വെരി ഓർഡിനറി ഹൗസ് വൈഫ്. താങ്ക് യു സർ. താങ്ക് യു. റിൻഷിത ഇവിടെ ഈ ഒരു വേദി ഉപയോഗിച്ചു എന്ന് തന്നെ പറയണം. കാരണം അങ്ങനെ ഫ്ലവേഴ്സ് ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോ അറേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പം കണ്ണുനീരുമുണ്ട്, സന്തോഷം കൊണ്ട് ഓടി വന്നതാ റിൻഷിത ഇങ്ങോട്ടേക്ക്. ഈ ഒരു പ്ലാറ്റ്ഫോം കാരണം റിൻഷിത സ്കൂളിൽ ഇനോഗ്രേഷന് ഗസ്റ്റായിട്ടൊക്കെ പോയി തുടങ്ങി. എനിക്ക് റിൻഷിതയുടെ ഒരു വോയിസ് ഒരു സിനിമാ സംഗീതത്തിന് പറ്റിയൊരു ശബ്ദമാണ്. അപ്പോൾ ആ ചിന്ന ചിന്ന വണ്ണക്കുയിൽ എന്ന് പാടിയില്ലേ,
അതിലെ ചിന്ന ഒരു കുയിലിൻ്റെ ശബ്ദം തന്നെയാണ് റിൻഷിതയുടെ. അപ്പം ഈ കുയിലിന് എന്തുകൊണ്ടും ഉടനെ തന്നെ സിനിമയിൽ ഒരു അവസരം കിട്ടുന്നതായിരിക്കും എൻ്റെ മനസ്സ് പറയുന്നു. താങ്ക് യു. റിൻഷിത എല്ലാ ഭാവുകങ്ങളും നേരാണ്. കാരണം അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഉള്ളിൽ ടാലൻ്റ് ഉണ്ട്. നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാരുടെയൊക്കെ പ്രാർത്ഥന, അനുഗ്രഹം, എല്ലാവരും നമുക്ക് വേണ്ടി നമ്മുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായി നിൽക്കുകയാണ്. അപ്പോൾ അത് റിൻഷിതയിലുണ്ട്. ആ ഒരു പവറുണ്ട്. കുറച്ചുകൂടി മ്യൂസിക് പഠിച്ചാൽ അത് അതിന് ഉപകാരപ്രദമാകും. അപ്പോൾ പാട്ട് കുറച്ച് പഠിക്കാനും ശ്രമിക്കുക. പഠിക്കുന്നത് എന്നും നല്ലതിനാ. എന്ത് പഠിച്ചാലും നമുക്ക് നോളജ് കൂടുകയുള്ളൂ. ഈ ഉള്ള സംഗീതം കൂടെ കൊണ്ടുപോവുക, അതോടൊപ്പം കുറച്ച് പഠിക്കുക, കുറച്ച് അറിവ് ശേഖരിക്കുക. God bless you. താങ്ക് യു ചേച്ചി. താങ്ക് യു. വേണിച്ചേട്ടാ, സൗമ്യയെ കുറിച്ച്. ദ സ്റ്റാർ വാസ് ഓൾവേസ് ഓർ ഈസ് ഓൾവേസ് സൗമ്യ. അപ്പോൾ കാണാൻ ഉള്ള ലാവണ്യം അത് പലപ്പോഴും വോയിസിൽ വന്നുകൊള്ളുന്നില്ല. ബട്ട് ഇൻ ഹെർ കേസ് ഈ ഒരു സൗന്ദര്യം ശബ്ദത്തിലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വസ്തുത കേട്ടോ. താങ്ക് യു സർ. നല്ല ശക്തിയുള്ളൊരു ക്യാൻവാസ് ഉണ്ട്. ആ ക്യാൻവാസിൽ മനോഹരമായി ചിത്രം വരയ്ക്കൂ. അതാണ് എൻ്റെ ഒരു ഉപദേശം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സർ. താങ്ക് യു. എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ സൗമ്യ ആദ്യം പാടിയില്ലേ എന്തിനായി നിൻ, ശിവകര, ഈ 2 പാട്ടും വളരെ നന്നായിട്ടാണ് പാടിയത്. ആ സമയത്ത് സൗമ്യക്ക് പേടിയില്ല. അതെ, രണ്ടാമത്തെ പാട്ട് ശിവകര പാടുമ്പോൾ അവിടെ ഒരു താളത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നം വന്നു. ഒരു സ്ഥലം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ 2-3 സ്ഥലത്ത് അതേ പ്രശ്നം വന്നപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയ പേടിയാണ് സൗമ്യ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കാരണം അതുവരെ പേടിയില്ലാത്ത ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം എനിക്ക് പറ്റിപ്പോയി, ഇനിയിപ്പോൾ ഞാൻ മുന്നോട്ട് പാടുമ്പോൾ ഇങ്ങനെ ആയി പോകുമോ എന്നുള്ളൊരു ഭയം ഉള്ളിൽ എങ്ങനെയോ കടന്നുകൂടി. അല്ലാതെ ഒരു ഭയമുള്ള ഒരാളൊന്നുമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിനുശേഷം ഉണ്ടായ ഒരു വെപ്രാളം മാത്രമായിരുന്നു. അത് ശരിയാകുമോ എന്നുള്ളൊരു സംഭവം. അതാ സുന്ദരി പാടിയപ്പോഴത്തേക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നീട് രാമകഥ വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് അയഞ്ഞു, ഒന്ന് ബെറ്ററായി. ജീവിതത്തിലായാലും നമ്മൾ സംഗീതത്തിൽ ചില സ്ഥലങ്ങളിൽ ചില പാളിച്ചകൾ വരുമ്പോഴത്തേക്ക് ഇനി എന്നെ കൊണ്ട് അത് പറ്റില്ലായിരിക്കും, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം, ഭയപ്പെടണം എന്നുള്ളൊരു സംഭവം വിടുക, നമ്മൾ പാടുക. സോ നിങ്ങൾ 5 ജെംസ് തന്നെയാണ് ഇവിടുത്തെ. അപ്പോൾ ഞാൻ നിങ്ങളോട് 5 പേരോടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആർക്കെങ്കിലും എൻ്റെ സ്ഥാനം ഇത്രാമതായിരിക്കും എന്ന് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ ധൈര്യമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ വിന്നറാകും, അല്ലെങ്കിൽ ഞാൻ 2ാം സ്ഥാനത്തെത്തും, അല്ലെങ്കിൽ ഞാൻ 4ാം സ്ഥാനത്തെത്തും, അല്ലെങ്കിൽ ഞാൻ 3ാം സ്ഥാനത്തെത്തും എന്ന് പറയാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? കീർത്തന? ഇനി അറിയില്ല. മറ്റേതൊക്കെ നമ്മൾ സേഫ് ആവും എന്നൊക്കെ പറയായിരുന്നു. ഇനിയുള്ളത് ഇത് അറിയില്ല. പറയാൻ പറ്റില്ല. ഇല്ല. എന്നാലും ഏതൊരു സ്ഥാനത്തെത്തും എന്ന് തീരെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിലും ഭേദം ഒരു മീറ്റർ കൊടുത്തപ്പോൾ 1 മുതൽ 10 വരെ, അതിൻ്റെ ഇടയിൽ എത്ര നമ്പർ കീർത്തനയ്ക്ക് കൊടുക്കും? ഔട്ട് ഓഫ് 10 ആണ്. 10 ഇടാൻ പറ്റുമോ? വിട്ടോ, 10 ഇട്ടോ. 10 ഇടാളെ ധൈര്യമുണ്ടെങ്കിൽ ഇട്ടോളൂ. അതെ, 10 ഇടാം. 10 ഇടാം. അതായത് 10 ഔട്ട് ഓഫ് 10. കൊച്ചു കള്ളി. ശ്രീകുട്ടി? 9. 9. Humble. അതെ, Humble and simple. സിമ്പിൾ. ഒരു എളിമ. ശരി, ശ്രീകുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ ഈ സ്ഥാനത്ത് എത്തും എന്ന്? വിന്നറാകുമെന്നോ, 2ാം സ്ഥാനത്ത് എത്തുമെന്നോ, 3ാം സ്ഥാനത്ത് എത്തുമെന്നോ? ഇല്ല, അതിനെപ്പറ്റി ഞാൻ പറയാൻ ആളല്ല. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു അല്ല, നമുക്ക് നമ്മുടെ ആഗ്രഹം പറയാം. ആഗ്രഹം ആഗ്രഹം ഉറപ്പായിട്ടും വിന്നറാകണം എന്നായിരിക്കും. അല്ല, അത് ആഗ്രഹമുണ്ട് എല്ലാവർക്കും, ഞങ്ങൾ 5 പേർക്കും ഉണ്ടാവും അത്. പക്ഷെ നമുക്ക് അറിയില്ല എന്താന്ന്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലെങ്കിലോ. അപ്പൊ പിന്നെ ശരി, അപ്പോ 9 ആണ് 10 കൊടുക്കുന്നത്. ശരി, ഇവിടെ നിഖില? ഞാനും ഒരു 9 കൊടുക്കാൻ വിചാരിക്കുന്നു. ശരി, നിഖിലയുടെ ആഗ്രഹം എന്താണ്? ഏത് സ്ഥാനത്ത് എത്തണം എന്നാണ് ആഗ്രഹം? എല്ലാരെ പോലെ തന്നെ വിന്നറാകണം ആഗ്രഹം. ആ ശരി, അവിടെ 2 പേര് ടൈ ആയിരിക്കുകയാണ്. അതെ. ഇവിടെ റിൻഷിത എത്ര മാർക്ക് കൊടുക്കുന്നു? 9 മാർക്ക്. 9 മാർക്ക്. അപ്പൊ 3 ടൈ. ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. സൗമ്യ? ഞാനൊരു 8 മാർക്ക്. ഓ, അതെന്ത് പറ്റി സൗമ്യ? ഭയം, പേടിയുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ. ആ സുഹൃത്ത് ഒന്നും ബ്ലോക്ക് ആക്കിയിട്ടില്ല. സുഹൃത്തുണ്ടായിരുന്നു, ഞാനില്ല. ഫസ്റ്റ് മറ്റ് 3 പേര് സെക്കൻഡ് ടൈ. ലാസ്റ്റ് സൗമ്യ. അതിനകത്ത് സൗമ്യ ഹാപ്പിയാണോ ഇങ്ങനൊരു സ്ഥാനം വന്നാൽ? ഹാപ്പിയാണ്. എന്ത് വന്നാലും ഹാപ്പിയാണ്. ഈ ഫിനാലെ വരെ എത്തിയത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം, അല്ലേ? ആക്ച്വലി സൗമ്യ ഇപ്പൊ വളരെ റിലീവ്ഡ് ആയിട്ടിരിക്കുന്നു, വളരെ റിലാക്സ്ഡ്. ഇതെല്ലാം കഴിഞ്ഞു കിട്ടിയല്ലോ ആണോ സൗമ്യ?
അങ്ങനെയല്ല, ഇവിടം വരെ എത്തിയതിന്റെ സന്തോഷമാണ് സന്തോഷമാണ്. അല്ലേ? അതെ, അതെ. ഓക്കെ. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 ഈ 5 മ്യൂസിക്കൽ വൈഫ്സിന്റെ സ്ഥാനങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാനുള്ള നിമിഷമാണ്. ആരാകും വിന്നർ, ആരാകും ഫസ്റ്റ് റണ്ണർ അപ്പ്, ആരാകും 3ാം സ്ഥാനം എന്നൊക്കെ അറിയാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. നമ്മുടെ എലിമിനേഷനുകളൊക്കെ കഴിഞ്ഞു, നമ്മൾ ഫിനാലെ എത്തി. ഫിനാലെ അവസാന ഘട്ട പരിപാടിയാണിത് അല്ലേ? അപ്പൊ 3 പേരെയും ഞാൻ ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. വേണിച്ചേട്ട, മഞ്ജരി, നിങ്ങൾ എഴുതിയ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ 5 മ്യൂസിക്കൽ വൈഫ്സും ഏതൊക്കെ സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ടെന്ന് ദാ ഈ പേപ്പറിലുണ്ട്. നമ്മൾ ആദ്യം അനൗൺസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് റണ്ണറപ്പ് ആരാണെന്നാണ്. അതായത് 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഏത് മ്യൂസിക്കൽ വൈഫ് ആണ് എന്നാണ് അറിയാൻ പോകുന്നത്. അപ്പോ നിങ്ങൾ 5 പേരും റെഡി അല്ലേ? എന്തായാലും ഇത് അനൗൺസ് ചെയ്യാനുള്ള ജോലി ഞാൻ നമ്മുടെ സ്വന്തം മിയെ ഏൽപ്പിക്കുന്നു. സെക്കൻഡ് റണ്ണറപ്പ്. ഓക്കെ, അപ്പോ റിസൾട്ട് എന്റെ കയ്യിലുണ്ട്. ഞാൻ അനൗൺസ് ചെയ്യാൻ പോവാണ്. സെക്കൻഡ് റണ്ണർ അപ്പ് ഈസ് നിഖില മോഹൻ. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നിഖില മോഹൻ. നമ്മൾ 12 പേരുമായിട്ടാണ് യാത്ര തുടങ്ങിയത്. ഇപ്പൊ 5 പേരിലെത്തി. 5 പേരിൽ 3ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. എന്താണ് ഞങ്ങളോട് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. ഫൈനൽസിലെത്തും തന്നെ വിചാരിച്ചില്ല. അപ്പം 3ാം സ്ഥാനം കൂടെ കിട്ടിയപ്പം വളരെ സന്തോഷമായി. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി. എൻ്റെ പാരൻസ്, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ് എല്ലാവരോടും. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 സെക്കൻഡ് റണ്ണറപ്പായ നിഖിലയ്ക്ക് ഫ്ലവേഴ്സ് നൽകുന്ന 1.5 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡും ഒപ്പം സർട്ടിഫിക്കറ്റും മൊമെന്റും ഉണ്ട്. അത് നൽകുവാൻ വേണുചേട്ടനെ നിഖിലയുടെ ഫാമിലി ഇവിടെ ഉണ്ട്. അവരോട് എന്താണ് അവർക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ഫീല് എന്നറിയാൻ താല്പര്യമില്ലേ? അറിയാം. മകേഷ്, ദാ ഭാര്യ 3ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. എന്താണ് ഈ ഒരു നിമിഷം പറയാനുള്ളത്? ഭയങ്കര സന്തോഷം, അഭിമാനം. കാരണം ഞങ്ങൾ വയനാട് ചുരം ഇറങ്ങി വരുമ്പോൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇവിടെ വരുമ്പോൾ ഒരു ഫസ്റ്റ് റൗണ്ടിൽ ഒരു 2 പാട്ടൊക്കെ പാടി പോവാം. കാരണം ഒന്നാമത് മക്കളെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ സമയം കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു ഞങ്ങൾ, ആ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് എത്രയോ ഫാർ ബെറ്റർ ആയിട്ട് ഈ ഒരു സ്റ്റേജിൽ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു സ്ഥാനത്തിലെത്തി നിൽക്കുമ്പോൾ ഭയങ്കര അഭിമാനം. നീല, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ സംഗീതം ജീവിതത്തിൽ ഒപ്പം കൂട്ടുക, ഇങ്ങനെ തന്നെ തുടരുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 ഇനി 4 പൊസിഷനുകൾ ആരൊക്കെയാണ് എത്തിയിരിക്കുന്നത് എന്നാണ് അറിയാനുള്ളത്. അടുത്തതായി അനൗൺസ് ചെയ്യാൻ പോകുന്നത് 5ാം സ്ഥാനം നേടിയിരിക്കുന്നത് ആരാണെന്നാണ്. അത് അനൗൺസ് ചെയ്യാൻ മിയെ വീണ്ടും ക്ഷണിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും സ്വീറ്റ് ആയിട്ടുള്ള ആളാണ് 5th പൊസിഷൻ വന്നിരിക്കുന്നത്. നമ്മുടെ സ്വന്തം സ്വീറ്റ് റിൻഷിത. റിൻഷിത, ഒരുപാട് ആഗ്രഹങ്ങളുമായി ഈ വേദിയിൽ കടന്നു വന്നു. അതെ, ഒരുപാട് സ്വപ്നം കണ്ട ഒരു വേദിയാണ്. അതെ, ഇപ്പതാ ഫിനാലെ വരെ എത്തി നിൽക്കുന്നു. ഇപ്പൊ 5ാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. അതെ. എന്താണ് എല്ലാരോടും പറയാനുള്ളത്? ഈ പ്രോഗ്രാമിന് വരുന്നതിന് മുന്നേ ഞാൻ എന്താണ് ഇപ്പം ഞാൻ എന്താണ് എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാതെ, അതായത് 12 പേരിൽ നിന്ന് 5ാം സ്ഥാനം കിട്ടുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. അതിന് ഈ വേദി ഒരുക്കി തന്ന ഫ്ലവേഴ്സ് ചാനൽ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പെൻസി ബാക്കിയുള്ള മത്സരാർത്ഥികളെ പോലെയല്ല, സംഗീതം പഠിക്കാതെയാണ് ഈ വേദി വരെ എത്തി നിൽക്കുന്നത്.
അപ്പോ ഈ ഒരു വിജയം വലിയ വിജയമാണ് ആ, അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞ പോലെ 1 or 2 റൗണ്ടില് പാടിയിട്ട് പോവാൻ വന്ന ആളാണ് ഞാൻ. ഫിനാലെ വരെ എത്തി. അതിന്റെ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ പാട്ട് പഠിക്കാതെ ഇവിടം വരെ വന്ന് ഞാൻ പാടുന്ന പാട്ടിന് തെറ്റുകുറ്റങ്ങൾ പറഞ്ഞത് കറക്റ്റ് ചെയ്ത് തരുന്നത് വേണു സാറും മഞ്ജരി ചേച്ചിയും, അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് തന്നെ ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും. എന്നെ ഇവിടം വരെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേര്, എൻ്റെ നാട്ടുകാരും ബന്ധുക്കളും ഫ്രണ്ട്സും എല്ലാവരും അയൽവാസികളും. വേണിച്ചേട്ടാ, റിൻഷിതയുടെ ഈ ഒരു യാത്ര കണ്ട ആളാണ്. റിൻഷിത നമ്മുടെ എല്ലാവരുടെയും ഒരു പെറ്റ് തന്നെയാണ്. അപ്പോൾ എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? റിൻഷിത ഇനിയും പാട്ട് പഠിക്കണം, ഒരുപാട് പാട്ട് പാടി റെക്കോർഡ് ചെയ്ത് കേട്ട് തനിയെ തന്നെ തെറ്റ് തിരുത്തുക, അതാണ് ഏറ്റവും ആവശ്യം കേട്ടോ. മഞ്ജരി. രഞ്ഷിത, ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻ. പിന്നെ നേരത്തെ പറഞ്ഞ 12 പേരല്ല കേട്ടോ, ഫ്ലവേഴ്സിൽ 100 കണക്കിന് ആൾക്കാരാണ് അപ്ലൈ ചെയ്തത്. അതിൻ്റെ അകത്തുനിന്നാണ് ഇപ്പോൾ 5ാം സ്ഥാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതും പാട്ട് യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഒരാള്, പാട്ട് പഠിക്കാത്ത ഒരാള്. അതൊരു വലിയ കാര്യല്ലേ? പിന്നെ വലിയ അതൊരു സെലിബ്രേഷൻ തന്നെയാണ് ശരിക്കും. അതെ, ഇന്ന് ഈ 5ാം സ്ഥാനം 1ാം സ്ഥാനം ഒന്നുമില്ല. ഇല്ല, എല്ലാവരും വിജയികളാണ്. മ്യൂസിക്കാണ് ജയിക്കുന്നത്, എവിടെയും സംഗീതമാണ് ജയിക്കുന്നത്. അത് നല്ല ഒരു സംഗീതത്തിന്റെ ഉടമയാണ് രഞ്ഷിത. താങ്ക് യു ചേച്ചി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. മെരി ക്രിസ്മസ്. മെരി ക്രിസ്മസ്. റിൻഷിതയുടെ ഫാമിലി ഇവിടെയുണ്ട്, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അല്ലേ? ഉമ്മയാണ് പറയേണ്ടത്. ഇപ്പതാ റിൻഷി ഒരുപാട് സ്വപ്നം കണ്ട വേദിയിലെത്തി, ഒരുപാട് മത്സരാർത്ഥികളിൽ നിന്ന് 5ാം സ്ഥാനത്ത് എത്തി നിൽക്കുവാണ്. എന്താണ് പറയാനുള്ളത്? ശരിയാണ് മോള് പറഞ്ഞത്, ഇത്ര വലിയൊരു വേദി കിട്ടുക, അതേപോലെ ഇത്ര വലിയ വലിയ ജഡ്ജസിന്റെ മുന്നിൽ, അതുപോലെ എല്ലാവരും നല്ല സപ്പോർട്ടീവായി നിൽക്കുന്നതൊക്കെ ഓർക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. മോള് ഇവിടെ വരെ എത്തും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പിന്നെ ഒരുപാട് എക്സ്പീരിയൻസ്, കാരണം പിന്നെ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടും തന്നെ വിചാരിച്ചത്. ഞങ്ങൾ ഓഡീഷന് പോയ ടൈമിൽ തന്നെ പാട്ടിൽ കിട്ടുമോ കിട്ടൂലേ എന്നുള്ള ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ പോയത്. അവിടെ ചെന്ന് ചേച്ചി പറഞ്ഞ പോലെ ഓഡീഷനിൽ ഇത്രയും ആളുകളെ ഇടയിൽ നിന്ന് സെലക്റ്റഡ് ആയി, അതറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. ഇനിയും മുന്നോട്ട് നല്ല രീതിക്ക് പോവാനും എന്തായാലും കഴിയും എന്നുള്ളൊരു ഉറച്ച വിശ്വാസമുണ്ട്. എന്താണ് പറയാനുള്ളത്? ഇനി നല്ലൊരു സാറിനെ കണ്ട് പാട്ടൊക്കെ ഒന്ന് പഠിപ്പിക്കണം, അതൊക്കെയാണ് ആഗ്രഹം. റിൻഷിതയ്ക്കുള്ള മൊമെന്റ് നൽകാനായി വേണുചേട്ടനെ ക്ഷണിക്കും. സർട്ടിഫിക്കറ്റ് നൽകാനായി മഞ്ജരിയെ ക്ഷണിക്കും. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2-ൽ ഈ ഫിനാലെ വേദിയിൽ 3 മ്യൂസിക്കൽ വൈഫ്സ് ആണ് ബാക്കിയുള്ളത്. അവരുടെ പൊസിഷനുകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഇനി അടുത്തതായി അനൗൺസ് ചെയ്യാൻ പോകുന്നത് 4th പൊസിഷനാണ്. ആരാണ് 4ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് എന്ന് അറിയാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. നമ്മുടെ കൂടെ ശ്രീകുട്ടിയുണ്ട്, കീർത്തനയുണ്ട്, സൗമ്യയുണ്ട്. ഇവരിൽ ആരാണ് മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2-ലെ 4th പൊസിഷനിൽ എത്തിയിരിക്കുന്നത് എന്നറിയാൻ മിയെ സ്വാഗതം ചെയ്തു. എല്ലാവരും ഈ 5 പേരും വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായി. അവരും അവരുടെ ഫാമിലിയും തന്നെ ഇവിടെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു അല്ലേ? അവർക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റിയുടെ വലുപ്പവും അതെല്ലാം അവർ തിരിച്ചറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഇനി മുന്നോട്ട് ലേൺ ചെയ്യാനൊക്കെ ഇരിക്കുകയാണ്. നമ്മുടെ ഈ 5 പേരും പഞ്ചരത്നങ്ങൾ, ചേച്ചി വിളിച്ച പോലെ തന്നെ രത്നങ്ങളാണ്. ഇക്കൂട്ടത്തിൽ തന്നെ ഒരു സുന്ദരി രത്നം 4th പൊസിഷനിൽ സൗമ്യ. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2-ലെ 4th പൊസിഷനിൽ എത്തിയിരിക്കുന്നത് സൗമ്യ. കൺഗ്രാറ്റുലേഷൻ സൗമ്യ. എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. ആദ്യമേ ഭഗവാനോടും ഗുരുക്കന്മാരോടും മാതാപിതാക്കളോടും നന്ദി പറയുന്നു. ഇതുപോലെയുള്ള ഒരു ഫ്ലവേഴ്സ് TV, ഇത്രയും റേറ്റഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് TV, അതിൻ്റെ ഇത്രയും വലിയൊരു ഫ്ലോറിൽ വന്ന് നിന്ന് അതിൽ ടോപ്പ് 5-ലെത്താൻ, അതിലും 4th പൊസിഷനിലെത്താന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. എന്താ ആരാധിക്കുന്ന മഞ്ജരി ചേച്ചി, വേണുഗോപാൽ സാറിൻ്റെയൊക്കെ മുമ്പിൽ പാടാൻ സാധിച്ചതും അവരുടെ കമൻസ് ഒക്കെ കേട്ട് മനസ്സിലാക്കാൻ സാധിച്ചതും ഒരുപാട് സന്തോഷം. എൻ്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിന്ന് എൻ്റെ ഫാമിലി, ചേട്ടനും പിന്നെ വൈക്കം സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന എൻ്റെ അമ്മമാർ, ഞാനില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത എൻ്റെ മക്കള്, ഇതുവരെ പറഞ്ഞിട്ടില്ല, അച്ഛൻ
അച്ഛനെ കുറിച്ച് പറഞ്ഞില്ല, അച്ഛനാണ് എന്നെ സംഗീതം പഠിപ്പിക്കാൻ താല്പര്യമെടുത്ത ആള്. ഇവള് പാടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി എന്നെ പഠിക്കാൻ ചേർത്തത് അച്ഛനാണ്. എവിടെയെങ്കിലും ഇങ്ങനെ ഒന്ന് നിന്ന് പാടുമോ എന്ന് അച്ഛൻ ചോദിക്കാറുണ്ട്. കാരണം അച്ഛൻ എവിടെയെങ്കിലും പാടാനായിട്ട് വിളിക്കുമ്പോൾ ഈ സ്റ്റേജ് ഫിയർ കാരണം വയറുവേദന തലവേദന എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്നൊരു ടൈപ്പായിരുന്നു. അപ്പം അച്ഛൻ്റെ മുമ്പിൽ ഇത്രയും പെർഫോമൻസ് കൊടുക്കാൻ പറ്റി. അച്ഛനും അവിടെ ഹാപ്പിയാണ്. സൗമ്യയ്ക്ക് മൊമെന്റ് നൽകാനായി മഞ്ജരി സർട്ടിഫിക്കറ്റ് നൽകുവാനായി വേണിച്ചാൽ. എന്തായാലും മൊമെന്റും സർട്ടിഫിക്കറ്റ് കിട്ടി. ഇനി സൗമ്യയുടെ നിതീഷ് അവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം അല്ലേ? സൗമ്യ ചോദിച്ചോളൂ. ഞാൻ 4th പൊസിഷനിലെത്തി. എന്താണ് തോന്നുന്നു? ഓട് സന്തോഷിച്ചല്ലോ മക്ക. തൂത്തിലെ ചാഞ്ചാൻ സഗ്ഗ കർത്ത ചാഞ്ചാൻ കീന്നുമുള്ള സഗ്ഗ ചാഞ്ചാൻ കർത്ത. ഒരുപാട് സന്തോഷം. ഇനി അതവർക്ക് എന്താന്ന് പറഞ്ഞു കൊടുക്കുക. അതെ, എന്തായിരുന്നു പറഞ്ഞത്? മലയാളത്തിൽ പറഞ്ഞേ. ഒരുപാട് സന്തോഷം. നന്നായിട്ട് പാടുന്നുണ്ട്, നല്ല പ്രോഗ്രസ് ഉണ്ട്. ഇത്രയും നല്ലൊരു ഫ്ലോർ കിട്ടിയതിന് എല്ലാവരോടും താങ്ക് യു. ഓക്കെ, വൈഫിനെ കുറിച്ച് പറയാനാ പറഞ്ഞത്. ഞാൻ എൻ്റെ അടുത്തേക്ക് 2 പേരെ വിളിക്കുകയാണ്, ശ്രീകുട്ടി ആൻഡ് കീർത്തന. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2-ൽ വിന്നർ ആരാണ് എന്നറിയാനുള്ള സമയമാണ്. നമുക്കിനി ബാക്കിയുള്ളത് 2 മ്യൂസിക്കൽ വൈഫ്സ് ആണ്, ശ്രീകുട്ടി, കീർത്തന. നേരത്തെ 2 പേരോടും മാർക്കൊക്കെ ഗസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരാള് 10-ൽ 9 മാർക്കും ഒരാള് 10-ൽ 10 കൊടുത്തത്. നിങ്ങൾ 2 പേരിൽ ഒരാൾ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2-ന്റെ വിന്നറാണ്. അത് കീർത്തനയാകാം, ശ്രീകുട്ടിയാകാം. 2 പേരും കട്ടയ്ക്കാണ് മത്സരിച്ചത്. 2 പേർക്കും നല്ല കമന്റ്സ് ആണ് നമ്മുടെ 3 ജഡ്ജസും നൽകിയിട്ടുള്ളത്. 2 പേർക്കും ഏകദേശം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള രീതിയിലാണ് മാർക്കുകൾ. ഒരാൾ ഒരു റൗണ്ടിൽ കയറിയാൽ അടുത്ത ആൾ അടുത്ത റൗണ്ടിൽ കയറും. അങ്ങനെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു നിങ്ങൾ 2 പേരും തമ്മിൽ. നിങ്ങളിൽ ആരാണ് മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2-ന്റെ വിന്നർ എന്ന് അനൗൺസ് ചെയ്യാനുള്ള സമയമാണ്. അതിനു മുമ്പ് ഇപ്പോൾ ഒരു പ്രതീക്ഷ 2 പേർക്കും തോന്നുന്നുണ്ടോ? വിന്നർ ആരാകും, ഞാനാകാൻ സാധ്യതയുണ്ട്, അങ്ങനെ തോന്നുന്നുണ്ടോ? രണ്ടാളും ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ എന്തായാലും ആവൂല. 2 പേർക്കും ചെറിയ മാർക്കിന്റെ വ്യത്യാസം ഉണ്ട്. അങ്ങനെയല്ല, 2 പേരിൽ ഒരാൾ എന്തായാലും ആവും. അതെന്തായാലും ആവും. ശരി, കീർത്തന നേരത്തെ മാർക്ക് ഒക്കെ ഒന്ന് സ്വന്തമായിട്ട് വിലയിരുത്തി പറയാൻ പറഞ്ഞപ്പോൾ 10-ൽ 10 കൊടുത്തു. നമ്മളോട് അനുവാദമൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ 10 കൊടുത്തോട്ടെ. അങ്ങനെ 10 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 1ാം സ്ഥാനത്ത് എത്തേണ്ട ആളാണ്. ടൈറ്റിൽ വിന്നർ ആകുമോ? നോക്കാം, നമുക്ക് ഏതായാലും നമുക്ക് സന്തോഷം. അതെ, സന്തോഷം. ശരി, ശ്രീകുട്ടി. കീർത്തന പറഞ്ഞ പോലെ തന്നെ എന്താണെങ്കിലും സന്തോഷം. അതെ, എന്തായാലും 1ാം സ്ഥാനവും 2ാം സ്ഥാനവും മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പൊ ഏത് കിട്ടിയാലും സന്തോഷം. സോ ഹാപ്പി. ശരി, അപ്പോ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2-ന്റെ വിന്നർ ആരാണെന്ന് അനൗൺസ് ചെയ്യാനുള്ള സമയമാണ്. അത് അനൗൺസ് ചെയ്യാൻ ഞാൻ മിയെ എൻ്റെ അടുത്തേക്ക് വിളിക്കുന്നു വീണ്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും മണിക്കൂറുകളായിട്ട് നിങ്ങളുടെ ഇത്രയും നാളത്തെ ഹാർഡ് വർക്ക്, ഗ്രൂമേഴ്സിന്റെ എഫേർട്ട്, ഈ ഫുൾ ടോട്ടൽ ടീമിന്റെ എഫേർട്ട്, ഈ 2 അതുല്യ പ്രതിഭകളുടെ എഫേർട്ട്, നിങ്ങൾക്ക് ഓരോ പോയിന്റ്സ് ഒക്കെ നോക്കിയും അല്ലെ നിങ്ങളെ കറക്റ്റ് ചെയ്യാനും നിങ്ങളെ ഗൈഡ് ചെയ്യാനും ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മുടെ ഓർക്കസ്ട്ര ചേട്ടന്മാർ ഫുൾ ടീം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു, ഇൻക്ലൂഡിങ് യുവർ ഫാമിലി അല്ലേ. അപ്പോൾ ഇത്രയും നാളത്തെ ചെറിയ അല്ലേ 1 മാസമാണ്, പക്ഷെ ആ സമയത്ത് നിങ്ങൾ ഒരുപാട് നിങ്ങളിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് വേണിച്ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ കാണിച്ച ഇംപ്രൂവ്മെന്റ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു റിസൾട്ടാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. വിന്നർ ആരാണെന്നുള്ളത് എല്ലാവരും വളരെ അക്ഷമയോടെ നോക്കിയിരിക്കുകയായിരിക്കും. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2-ന്റെ ടൈറ്റിൽ വിന്നർ 5 4 3 2 1. പറയൂ.
എന്റെ പൊന്നു ശ്രീകുട്ടി. And the second position goes to Keerthana. Musical Wife Grand Finale Chapter 2. The winner is Srikutti. Congratulations. Thank you, ചേട്ടാ. Thank you so much. And first runner-up is Keerthana. താങ്ക് യു. അപ്പൊ ശ്രീകുട്ടി ചേട്ടാ, എന്ത് തോന്നുന്നു? ദാ നമ്മളൊരു വലിയ ഒരു ജൈത്ര യാത്രയായിരുന്നു. 12 മ്യൂസിക്കൽ വൈസ് ആയിട്ടാണ് നമ്മുടെ ഒരു മാസം മുമ്പ് നമ്മൾ ഈ യാത്ര തുടങ്ങിയത്. ഇപ്പൊ ദാ 1ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു. എനിക്ക് സന്തോഷമായിരിക്കും, അതറിയാം. ഒരുപാട് പറയാനുണ്ടോ? ഒരുപാട് സന്തോഷം, ഒരുപാട് എന്നുവെച്ചാൽ ഞാൻ സ്വപ്നം കണ്ട ഒരു വേദിയാണത്. കുറേ നാളുകളായിട്ട് ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ പാരൻസും ഒപ്പം എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് സർവേശ്വരനോട് നന്ദി പറയുകയാണ്. പിന്നെ ഈ ഫ്ലോറിൽ ഞാൻ എത്താനുണ്ടായ കുറച്ച് പേര്, അവരെ മറക്കാൻ പറ്റില്ല. 2 ജഡ്ജസും, വേണു സാറാണെങ്കിലും മഞ്ജരി ചേച്ചി ആണെങ്കിലും ഒത്തിരി ഞങ്ങളെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി അങ്ങേയറ്റം ശ്രമിച്ച 2 ജഡ്ജസാണ്. അതുകൊണ്ട് ഒരിക്കലും മറക്കാൻ പറ്റില്ല നിങ്ങളുടെ ഒരു സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്. കീർത്തന, മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 ഫസ്റ്റ് റണ്ണറപ്പ് ആണ്. 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടത്, ശ്രീകുട്ടിയും കീർത്തനയും തമ്മിൽ വളരെ ചെറിയ മാർക്കിന്റെ വ്യത്യാസം മാത്രമാണ്. രണ്ടുപേരും നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു, ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. അതിൽ നിന്ന് ചെറിയ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ശ്രീകുട്ടി വിജയിച്ചു. ദാ കീർത്തന 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. എന്താണ് ഇപ്പോൾ ഞങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്? എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഫൈനലിൽ എത്തുന്ന തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ട്. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കോൺസ്റ്റൻറ്റ് സപ്പോർട്ടാണ്. ആൾ എനിക്ക് തന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് ആൾ. പിന്നെ ഹസ്ബൻഡിൻ്റെ ഫാമിലി, അവരിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ സ്റ്റേജിൽ എന്തായാലും എത്താൻ പറ്റില്ലായിരുന്നു. പിന്നെ ഞാൻ എടുത്തു പറയേണ്ട ഒരാളെന്ന് പറയുന്നത് എൻ്റെ അച്ഛനാണ്. അച്ഛനാണ് എന്നെ ചെറുപ്പത്തിൽ പാട്ടിനൊക്കെ കൊണ്ടുപോയിരുന്നത്. അപ്പം അദ്ദേഹത്തെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. പിന്നെ അമ്മ, ഇപ്പം ഇവിടെ വന്ന വല്യമ്മ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാട്ടുകാർ, എൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. ഇത്രയും വലിയ ജഡ്ജസിൻ്റെ മുന്നിൽ പാടാൻ കഴിഞ്ഞു. അവരുടെ നല്ല കമൻസ്, അവരുടെ ഹഗ്, കിസ്, എന്താ പറയുക, പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരുപാട് സന്തോഷം. അതെ, ഓർക്കസ്ട്ര ടീം പറയാതിരിക്കാൻ വയ്യ, അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡാൻസ് ടീം, ഈ ഫ്ലവേഴ്സിൻ്റെ മൊത്തം ക്രൂ മെമ്പേഴ്സ്, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അയ്യോ, ഇതിപ്പോ ചോദിച്ചു പറയിപ്പിക്കുന്ന പോലെയാണ്. ശ്രദ്ധിച്ചല്ലോ. എനിക്ക് അറിയാം മനസ്സ്. അതെ, ഡെയിനും എലിമിനേഷന്റെ സമയത്ത് ചെറുതായിട്ട് ടെൻഷൻ അടുപ്പിച്ചിട്ടുണ്ടെങ്കിലും മറ്റേ നമ്മുടെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു എൻട്രി ഉണ്ടല്ലോ, അത് കൈയടിച്ച് വരുമ്പോ തന്നെ നമുക്ക് ഹാവൂ എന്നുള്ളൊരു ഫീല് കിട്ടാറുണ്ട്. അപ്പം അത് മറക്കാനാവില്ല. എല്ലാവരോടും സർവീശ്വരനോട് ഒരുപാട് നന്ദി. അപ്പൊ കീർത്തന ഇപ്പൊ നേരത്തെ പറഞ്ഞു കോൺസ്റ്റന്റ് ആയിട്ടുള്ള സപ്പോർട്ടാണ് ഹസ്ബൻഡിന്റെ ഭാഗത്ത് നിന്നുള്ളത്. അമിത്, മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 ഫസ്റ്റ് റണ്ണറപ്പ് ആണ് അമിത്തിന്റെ വൈഫ് കീർത്തന. എന്താണ് ഇപ്പോ കീർത്തനയോടും ഞങ്ങളോടൊക്കെ പറയാനുള്ളത്? സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയേണ്ടത് എനിക്കറിയില്ല, സത്യം പറഞ്ഞറിയില്ല എന്താ പറയേണ്ടത്. വളരെ സന്തോഷമുണ്ട്. അഭിമാനം എന്ന് പറഞ്ഞാൽ അതിലൊതുങ്ങിപ്പോവും ആ വാക്കിൽ. കഴിവുണ്ടായിട്ടും അത് അവൾ അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നില്ല. അത് ജഡ്ജസും ഗ്രൂമേഴ്സും എല്ലാവരും ആ ഒരു ഹെൽപ്പിലാണ് കോൺഫിഡൻ്റ് ആയി വന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി നമുക്ക് ഒരാളുടെ റിയാക്ഷൻ അറിയണ്ടേ? നമ്മുടെ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 ടൈറ്റിൽ വിന്നറിന്റെ ഹസ്ബൻഡും കൊച്ചും അവിടെ ഇരിക്കുന്നുണ്ട്. എന്താണ് മാഷേ, ദാ വൈഫ് തകർത്ത് 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട് പറഞ്ഞ പോലെ തന്നെ. പിന്നെ ശ്രീകുട്ടിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു ഫ്ലോറിൽ വരണം എന്നുള്ളത്, പാട്ട് പാടണം എന്നുള്ള വലിയ ഒരു ആഗ്രഹമായിരുന്നു. അതെന്തായാലും ഫ്ലവേഴ്സ് മ്യൂസിക്കൽ വൈഫിലൂടെ പോകണിഞ്ഞു. അതിൽ വളരെ സന്തോഷം. വളരെ പ്രശസ്തരായ ജഡ്ജസിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റിയതിൽ, അവരെ കമൻസ് കേൾക്കാൻ പറ്റിയതിൽ, മൊത്തം ക്രൂ മെമ്പേഴ്സ്, ഓർക്കസ്ട്ര, അതിൽ വലിയൊരു സന്തോഷമുണ്ട്. താങ്ക് യു. പിന്നെ പൂവണിയെ മാത്രമല്ല, ഇവിടെ ദാ സ്വപ്നതുല്യമായ കിരീടം ചൂടി നിൽക്കുവാണ്. അപ്പൊ എന്തായാലും രണ്ടുപേർക്കും കൺഗ്രാറ്റുലേഷൻസ്, ഓൾ ദി ബെസ്റ്റ്. അപ്പോ മഞ്ജരി, എന്താണ് ശ്രീകുട്ടിയുടെ നേട്ടത്തെ കുറിച്ച് പറയാനുള്ളത്?
ശ്രീകുട്ടിയെ പറ്റി പറയുന്നതിന് മുന്നേ ഞാൻ കീർത്തനെ പറ്റി പറയാം. ഓക്കെ. ആ കീർത്തന ഡെയിന് ചോദിച്ചു ആ എത്ര മാർക്ക് ഇടുന്നു. ആ കീർത്തന പറഞ്ഞത് 10-ൽ 10 ഇടുന്നത്. ആ കോൺഫിഡൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതെ. കാരണം ആ കോൺഫിഡൻസ് എനിക്ക് തന്നത് നിങ്ങൾ തന്നെയാണ്. അതെനിക്ക് കാരണം ആദ്യത്തെ എലിമിനേഷനൊക്കെ നമ്മൾ ആരെങ്കിലും മുന്നോട്ട് വരുമോ എന്ന് ചോദിക്കുമ്പം ഇല്ലാണ്ടിരുന്ന ആ കോൺഫിഡൻസ് ഇപ്പൊ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കാരണം തന്നെയാണ്. അതാണ് ആ 10-ൽ 10 ഇട്ടപ്പോൾ തന്നെ കീർത്തനയുടെ ഉള്ളിലുള്ള ഒരു മ്യൂസിക് ആണ് അത് പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും ആദ്യത്തെ റൗണ്ടൊക്കെ വിട്ട് കഴിഞ്ഞാൽ കീർത്തന ശരിക്കും ഒരു പ്രൊഫഷണൽ സിംഗറായി മാറി. എനിക്ക് ഒരുപാട് ഹോപ്സ് ഉണ്ട് കീർത്തനയുടെ ഒരു മ്യൂസിക്കൽ ജേർണി. അത് ഇവിടെ നിന്ന് തുടങ്ങാൻ പോവാം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ശ്രീകുട്ടി എപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്ന് ഭംഗിയായിട്ട് പ്രൊഫഷണൽ ആയിട്ട് മെച്യൂർഡ് ഒരു പാട്ടിനെ ഹാൻഡിൽ ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് പാടണം എന്നുള്ളത്. അത് ശരിക്കും നമുക്കിപ്പം ഫീൽ ചെയ്യാം. അതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഇന്ന് ഇത് വന്ന് ഭവിച്ചത്. സോ ഗോഡ് ബ്ലെസ് യു. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇനി ഉണ്ടാവട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും. ശ്രീകുട്ടി ഇവിടെ ആദ്യം പാടി തുടങ്ങുമ്പോൾ ഒരു കുട്ടി ആയിരുന്നു. ശ്രീകുട്ടിയുടെ ആ കുട്ടി വളർന്ന് മുതിർന്നു വലിയൊരാളായി പിന്നാലെ ആയപ്പോഴേക്കും. അതാണ് പറയാനുള്ളത്. ഇപ്പോൾ ശ്രീകുട്ടി ഒരു സ്ത്രീ. കീർത്തന ഒരു പിന്നാലെ വന്നപ്പോഴേക്കും കീർത്തന വാസ് സോ ഗുഡ്, പെർഫെക്റ്റ്. ഒരു ഡിവൈൻ ഒരു കീർത്തനം ആണ്. കീർത്തനയുടെ വോയിസ്, വോക്കൽ ഡൈനാമിക്സ് എല്ലാം ഇറ്റ് ഈസ് പെർഫെക്റ്റ്. താങ്ക് യു. ഇനി ഇവിടുന്ന് പടിയായി മുകളിലേക്ക് പോണം. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 ഫസ്റ്റ് റണ്ണറപ്പായ കീർത്തനയ്ക്ക് ട്രോഫി നൽകുവാനായി മിയെ ക്ഷണിക്കുന്നു. ഫ്ലവേഴ്സ് നൽകുന്ന 1 ലക്ഷം രൂപയുടെ ക്യാഷ് അവിടെ നൽകുവാനായി വേണിച്ചേട്ടനെ ക്ഷണിക്കുന്നു. ശ്രീകുട്ടിക്ക് ട്രോഫി നൽകുവാനായി മിയെ ക്ഷണിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഈ ഒരു സന്ദർഭത്തിൽ ശ്രീകുട്ടിയുടെ ഹസ്ബൻഡിനെയും കുഞ്ഞിനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഫ്ലവേഴ്സ് നൽകുന്ന 2 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡ് നൽകുവാനായി വേണിച്ചേട്ടനെ ക്ഷണിക്കുന്നു. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 ഇവിടെ തിരശ്ശീല വീഴുകയാണ്. നമ്മുടെ ചാപ്റ്റർ 2 വിജയ് ആരാണെന്ന് കണ്ടു. നമ്മുടെ ബാക്കി സ്ഥാനങ്ങൾ ആരൊക്കെ എത്തിയെന്ന് കണ്ടു. ഇനി അടുത്ത ആഴ്ച മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 പുതിയ 12 മത്സരാർത്ഥികൾ, പുതിയ റൗണ്ടുകൾ, പുതിയ മത്സരം. നമുക്ക് കാത്തിരിക്കാം. അപ്പോ അടുത്ത ആഴ്ച കാണുന്നതുവരെ ഗുഡ് ബൈ, ഗുഡ് നൈറ്റ് ആൻഡ് മേരി ക്രിസ്മസ്.